പോയി തിരിച്ചു വന്നു. അമ്പലത്തിലാണ് പോയത്. പളനിന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, അവിടാണ് പോയത്. ഇന്നലെ ഞങ്ങൾ രാവിലെ പോയി, വൈകുന്നേരമൊക്കെ ആയപ്പോൾ അവിടെ ചെന്ന് പിന്നെ റൂം കിട്ടാൻ ഇത്തിരി താമസം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം പോയി. ഇന്ന് രാവിലെയും പോയി അമ്പലത്തിൽ. ഉച്ച കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു. അതാണ്, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. റൂം കിട്ടാൻ ഇത്തിരി താമസം ഉണ്ടായി. നല്ലൊരു റൂം കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ കരുതിപ്പോയ അവിടെയാണെങ്കിൽ റൂം ഫുള്ള് ആണ്. അപ്പോൾ വേറെ കുറേയൊക്കെ നോക്കി വന്ന് അതുകൊണ്ട് താമസം. കുഴപ്പമില്ല, ഇങ്ങനെ കഴിഞ്ഞു. വീട്ടിൽ വന്നു, വലിയ കുഴപ്പമില്ലാതെ യാത്ര കഴിഞ്ഞു. ഇനിയും അടുത്തൊരു യാത്രയുണ്ട്. അത് എന്നാണോ 2 ദിവസത്തിനുള്ളിൽ കാണുമായിരിക്കും. അത് എൻ്റെയും കുഞ്ഞിൻ്റെയും യാത്രയാണ്. അപ്പം അതിൻ്റെ തയ്യാറെടുപ്പ് ഇനി അടുത്തത് വേണം. പക്ഷേ നമ്മുടെ ഒരു സംസ്ഥാനം വിട്ട് പോകുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു റോഡൊക്കെ നല്ല റോഡായിരുന്നു. ഏകദേശം അധികം തിരക്കൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റി. വലിയ ഈ പറയത്തക്ക ക്ഷീണമൊന്നും തോന്നിയില്ല. പിന്നെന്താണ്, അങ്ങനെ എന്തൊക്കെയോ ഭാഗ്യത്തിന് എല്ലാം ശരിയായി സമാധാനമായിട്ട് പോയി. എല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ചെത്തി. പിന്നെ കുറേ കാഴ്ചകളുണ്ട്, കുറേ അനുഭവങ്ങളുണ്ട്, രസകരമായ അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അവിടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇപ്പം പോകാനുള്ളൊരു നല്ല സമയമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം തിരക്കില്ല. കാരണം ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞങ്ങൾ തന്നെ തൊഴുത് ഇറങ്ങിയപ്പം ഉച്ചയായി. മൊത്തം ഇങ്ങനെ കാലിൽ ചെരുപ്പില്ലാതെ കാലങ്ങ് പൊള്ളുകയായിരുന്നു. അത്ര ചൂടാണ് അവിടെ. പിന്നെ ഇതൊന്നും പ്രശ്നമില്ലാതെ ദൈവത്തിനെ മാത്രം വിളിച്ചുകൊണ്ട് ആളുകളിങ്ങനെ പോകുമ്പോൾ നമുക്കിതൊന്നും ഒരു പ്രശ്നമായിട്ടൊന്നും തോന്നത്തില്ല. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുമെന്നാണല്ലോ, ആ രീതിയിൽ പോവാം.